നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. പരസ്യ പ്രചാരണം അവസാനിച്ചതോടെ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. നാളെ ജനങ്ങൾ വിധിയെഴുതും. 23-ന് ഫലമറിയാം. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും സ്ഥാനാർത്ഥികളല്ലേ? തീർച്ചയായിട്ടും രാഖി, ഇന്നലെ ഈ പരസ്യപ്രചാരണം വൈകിട്ടോടുകൂടെ അവസാനിച്ച് ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥികളും വീടുകൾ കയറി ഇറങ്ങിയും മറ്റുമൊക്കെ ഈ അവസാന ഘട്ട വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള തിരക്കിലാണ്. ഏതായാലും നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 ആഴ്ചക്കാലം വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടന്നത്. ആ വാശിയേറിയ പോരാട്ടത്തിൽ വാദപ്രതിവാദങ്ങളും മറ്റുമൊക്കെ ഉയരുകയുണ്ടായി. പല വിഷയങ്ങൾ ചർച്ചയാവുകയുണ്ടായി. പ്രത്യേകിച്ച് മലയോര ജനതയുടെ വിഷയങ്ങളും നിലമ്പൂരിൻ്റെ ഗതാഗതക്കുരുക്കും അതുപോലെ തന്നെ നിലമ്പൂരിലെ ഒട്ടനവധി ജനകീയ വിഷയങ്ങളൊക്കെയായിരുന്നു NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൊക്കെ പ്രധാനമായിട്ടും ഉന്നയിച്ചത്. അതേസമയം ഇടത് വലത് മുന്നണികൾ ഈ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് വലിയ രീതിയിൽ ചർച്ചയാവുകയുണ്ടായി. ഒപ്പം ഇടതുപക്ഷവും PDP തമ്മിലുള്ള കൂട്ടുകെട്ടും തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയുണ്ടായി. ഏതായാലും നിലമ്പൂരിലെ വോട്ടർമാർ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ ഒടുവിൽ എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് നമുക്ക് നാളെ പോളിംഗ് ബൂത്തിലേക്ക് അവർ എത്തുന്നതോടുകൂടെ അറിയാൻ സാധിക്കും. 23-നാണ് ഈ വോട്ടെണ്ണൽ. ആ വോട്ടെണ്ണലിൽ നിലമ്പൂരിലെ ജനങ്ങൾ എന്താണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോഴേതായാലും പോളിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ മുന്നണികൾ ഈ കണക്കുകൂട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പിൽ 2021-ൽ 78% പോളിംഗ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുമ്പോൾ അതിലൊരു 2% കുറവ്, 76% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഈ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ മണ്ഡലത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം അതിലും കുറയുമോ, ഈ 70-ലേക്കോ അല്ലെങ്കിൽ അതിൽ താഴേക്കോ ഒക്കെ പോകുമോ എന്നുള്ളൊരു ആശങ്ക മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ 2021-ലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ അന്ന് LDF സ്ഥാനാർത്ഥിയായ PV അൻവറിന് 81,227 വോട്ടാണ് ലഭിച്ചത്. അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയായ VV പ്രകാശിന് 78,527 വോട്ടും BJP സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് TK അശോക് കുമാറിന് 8,595 വോട്ടുമാണ്. ആകെ പോൾ ചെയ്ത് അന്ന് 1,73,205 വോട്ടാണ്. 2,700 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിനാണ് അന്ന് PV അൻവർ വിജയിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോഴേതായാലും PV അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം. നേരത്തെ ഈ 2,700 വോട്ടിന് മാത്രമാണ് PV അൻവർ വിജയിച്ചിട്ടുള്ളത് എന്നുള്ളതും പരിശോധിക്കുമ്പോൾ ഇത്തവണ ഈ സമവാക്യങ്ങളൊക്കെ മാറിമറിയും. പ്രവചനാതീതമായി നിലമ്പൂരിലെ ഫലം മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 3 ആഴ്ചക്കാലം നീണ്ടുനിന്ന ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊടുവിൽ അവരുടെ മനസ്സിലൊരു ചിത്രം, ആർക്ക് വോട്ട് ചെയ്യണം എന്ന കാര്യത്തിലൊരു തീരുമാനമൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഏതായാലും നിശബ്ദ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ആയിട്ട് വിവിധ സ്ഥാനാർത്ഥികൾ വോട്ട് തേടി വീടുകൾ കയറി ഇറങ്ങുകയാണ്. രാഖി, ശരി അരുൺ, നിലമ്പൂരിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. നാളെ വിധിയെഴുത്താണ്. അവിടെ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ.